ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ടേസ്റ്റി നെല്ലിക്കയും കൊണ്ട് ഒരു രസം ഉണ്ടാക്കുക. അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെല്ലിക്ക ഒരുപാട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും റിച്ച് ആയിട്ടുണ്ട് ഒരു ഫ്രൂട്ട്. അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക നമ്മളിങ്ങനെ ഒരു സ്ലൈസ് ചെയ്ത് പീസസ് ആയിട്ട് എടുക്കണം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിൽ നല്ലെണ്ണ, ഇവിടെ ഞാൻ നല്ലെണ്ണ എടുത്തേക്കുന്നത്. നല്ലെണ്ണ എടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ദാൽ, നമ്മുടെ തൂർ ദാൽ പരിപ്പ് ഇടുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലി, കൊറിയാൻഡർ സീഡ്സ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഹോൾ പെപ്പർ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ക്യുമിൻ, നമ്മുടെ ജീരകവും കൂടെ ഇട്ട് ഇത് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ചൊരു കുറച്ച് ഗ്രീൻ ചില്ലി, അതിൻ്റെ കൂടെ ഒരു അരമുറി ഇഞ്ചി, ജിഞ്ചർ ഒന്ന് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 4-5 ക്ലോവ്സ് വെളുത്തുള്ളി ഇച്ചിരി വേറെ കൂടെയായാലും കുഴപ്പമൊന്നുമില്ല. അതും ലോങ് ആയിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതും ഒന്ന് സോഫ്റ്റായി എടുക്കണം. നമുക്ക് ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി ഈ മിക്സ്ചർ വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച നെല്ലിക്ക ഇടണം. പിന്നെ ഒരു 2 ടൊമാറ്റോസ്, ഒരു 1-2 തക്കാളി നമുക്ക് ഇടാം. അതും കൂടെ ഇട്ടിട്ട് ഈ ഹോൾ മിക്സ്ചർ നമ്മൾ ആറിക്കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. സോ ഇത് നല്ലതായിട്ടൊരു ബ്ലെൻഡറിലോ കല്ലിലോ ഇട്ട് നിങ്ങൾ അരച്ചത് എടുക്കണം. ഇപ്പം നല്ലതായിട്ട് അരച്ച ഈ മിക്സ്ചർ നമ്മൾ ഒരു പാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു 3-3.5 കപ്പ് വാട്ടറും ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ ബോയിൽ ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു പാത്രം എടുക്കണ്ടേ. ഇതിലോട്ട് നമ്മളൊരു കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് കുറച്ച് കായപ്പൊടി. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന നമ്മുടെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയെങ്കിലും നമ്മളിടണം. ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ, ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് നമ്മൾ ഈ മിക്സ്ചർ ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പം ഇതിൻ്റെ പുളി ഇടത്തില്ല, നെല്ലിക്ക ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ പുളി ഇടത്തില്ല. സോ ഇതൊരു കളറ് ഡാർക്കല്ല, ഒരു പേൽ കളറിൽ ഒരു കളറ് രസമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇത് നല്ലതായിട്ട് നമ്മളിത് ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പം ബോയിൽ ചെയ്യുന്ന കഴിഞ്ഞാൽ കുറേ നേരം ഇട്ട് ബോയിൽ ചെയ്യൽ, ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ മേളിൽ കാണുന്ന ഒരു ഫോമി പോലെ ഈ പതഞ്ഞ് ഇത് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയും അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താ, പുറത്ത് ഇച്ചിരി കടുകും കൂടെ വറുത്തിട്ട് നമ്മുടെ രസം ഓൾമോസ്റ്റ് റെഡി ആറായി. അപ്പം ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്ത് നമ്മൾ കുറച്ച് വീണ്ടും ഇച്ചിരി നല്ലെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞ് ഒന്ന് ബ്രൗൺ ആകുന്ന വരെ നമ്മളിതൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വറ്റൽമുളകും ഇട്ട് പിന്നെ ഓഫ് ചെയ്യാൻ നേരം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ ഈ കടുക് വറുത്തത് നമ്മൾ തിളപ്പിച്ച് വെച്ച രസത്തിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നല്ല ചൂട് നെല്ലിക്ക രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസം ചോറ് കഴിഞ്ഞിട്ടോ ഡിന്നറോ ലഞ്ചോ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വെറുതെ കുടിക്കാനാണെങ്കിലും വളരെ നല്ല ഒരു ഡ്രിങ്കാണ്. ഡൈജഷന് ശരിക്കും ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻസും ഫീഡ്ബാക്കും പറയണം. അടുത്ത ആഴ്ച വേറൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഇസ് പ്രീത. ടേക്ക് കെയർ.